Hi children, welcome back to my channel LKLS Maths class. ഇന്ന് നമ്മൾ പേജ് നമ്പർ 28 കേട്ടോ, ഫസ്റ്റ് ചാപ്റ്റർ പേജ് നമ്പർ 28 ഫിഫ്ത്ത് സെക്ഷനാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനേക്കാളും മുന്നേ ഇവിടെ കാണുന്ന I already uploaded this 4 questions, so go through this videos and learn it very well. Okay, so you will get clear-cut idea about all the equations and all. So let us start here, fifth one. Okay, see the question. Write the first 3 terms of each of the arithmetic sequences described below. ഇതാണ്. അപ്പോൾ നമ്മളോട് 3 ടേംസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് 4 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളോട് 3 സീക്വൻസസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 3 ടേംസ് വിച്ച് മീൻസ് സീക്വൻസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ടേം 30യും സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഈസ് 300 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത് ഫിഫ്ത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്ന x1 എന്നാണ് ഇവിടെ 30. പിന്നെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? സം ഓഫ് 3 ടേംസ് ആണ്. അതെന്താ തന്നിട്ടുള്ളത്? 300 ആണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇത് 1 2 3 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 300 എന്ന് പറയുക. റൈറ്റ്. അപ്പോൾ നമുക്കതിലിവിടെ ആരുണ്ട്? 30 നമുക്കിവിടെ ഉണ്ടല്ലേ. പിന്നെ ഇത് നോക്കിയേ, 1 2 3 ഇതൊരു ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് മിഡിൽ ടേം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മിഡിൽ ടേം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ മിഡിൽ ടേം ഞാൻ ഷോർട്ടായിട്ട് എഴുതാം ടേം ചെയ്യുന്നത്. ഇത് 300നെ നമ്പർ ഓഫ് ടേംസ് കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 100 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മിഡിൽ ടേം, അതായത് ഇത് ഇവിടുത്തെ. ഇനി നമുക്ക് ഈസിയല്ലേ സീക്വൻസ് മുഴുവനായിട്ട് ആക്കാനായിട്ട്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള എങ്ങനെയാണ് ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ കോമൺ ഡിഫറൻസ് നമ്മൾ കാണും അല്ലേ. അപ്പോൾ ആ കോമൺ ഡിഫറൻസ് വെച്ചുകൊണ്ടാണ് നമ്മളൊരു സീക്വൻസിനെ കണ്ടെത്തുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ടാസ്ക് എന്താണ്? നമുക്ക് കോമൺ ഡിഫറൻസ് കാണുക. അതിനുവേണ്ടി d = 100 - 30. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കണ്ടോ, 70 കിട്ടി. ഓക്കെ, ഇനി ഈ 70 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഇവിടുത്തെ കിട്ടില്ലേ? നോക്കിയേ, ഇതിൽ നിന്ന് 70 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ 30, ഇതിൽ നിന്ന് 70 ആഡ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് നമ്പർ കിട്ടുക അല്ലേ. ഡിഫറൻസ് ആണ് നമ്മളെപ്പോഴും ഇങ്ങോട്ട് റൈറ്റിലേക്ക് ആഡ് ചെയ്യുക. ഡിഫറൻസ് നമ്മളെപ്പോഴും എന്ത് ചെയ്യും? ഇങ്ങോട്ട് സബ്ട്രാക്റ്റും ചെയ്യും. ക്ലിയർ? സോ x3 എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഈ 100ൻ്റെ കൂടെ x2 ആയിട്ടുള്ള 100ൻ്റെ കൂടെ ഈ ഡിഫറൻസ് ആയിട്ടുള്ള 70 ആഡ് ചെയ്താൽ പോരെ. നമുക്ക് എന്ത് കിട്ടി? 170. ഓക്കെ, സോ വി ഗോട്ട് ഹിയർ 170. ക്ലിയർ ആയല്ലോ. അപ്പോൾ നോക്കിക്കേ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന 3 ടേംസ് കണ്ടെത്താൻ പറഞ്ഞു. നമ്മളിതാ 3 കണ്ടെത്തി അല്ലേ. 30 100 ആൻഡ് 170. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? 300 അല്ലേ. അപ്പോൾ നമ്മുടെ കണക്ക് ശരിയായില്ലേ? ഓക്കെ ആണല്ലോ. സോ നന്നായിട്ടത് പഠിക്കുക. ഓക്കെ.